ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ എൻഡ് നോട്ടിട്ട് അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലോത്ത് എടുക്കാം, ഫ്രെയിമിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചെടുക്കണം. ക്ലാസ് 1 ചെയിൻ സ്റ്റിച്ച് എല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടായിരിക്കുള്ളൂ. കഴിഞ്ഞ വീഡിയോ കണ്ടവർ തന്നെ ആവണമെന്നില്ല ഈ വീഡിയോ കാണേണ്ടത്. സോ അങ്ങനെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 24.04 എന്ന് പറയുന്ന ഒരു നീഡിലാണ്, ആരി നീഡിൽ. പിന്നെ നമുക്ക് വേണ്ടത് ആരി ത്രെഡ്, പിന്നെ ഇതേപോലത്തെ ഒരു ക്ലോത്തും ഫ്രെയിമും വേണം. ഇത് നമുക്ക് നൂലിൻ്റെ ഒരു ഭാഗത്ത് കെട്ടിട്ടതിന് ശേഷം ഇടത് കൈയിൽ തള്ളവിരലിനും നടുവിരലിനും ഇടക്കായിട്ട് കെട്ടി വെക്കാം. അതിനുശേഷം ചൂണ്ടുവിരലിൽ കൂടെ കോർത്തിട്ട് നമുക്കത് കറക്റ്റാക്കി വെക്കാം. പിന്നെ താഴെ നൂല് വെച്ചതിന് ശേഷം സൂചി കൊണ്ട് ആ ലൈനിലൂടെ കുത്തിപ്പൊക്കിയെടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് സൂചി കുത്തിയിറക്കാം. പൊക്കി വരുമ്പോഴേക്ക് നമ്മുടെ സൈഡിലേക്കായിരിക്കണം സൂചിയുടെ കൊളുത്തുണ്ടായിരിക്കേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ചിനെ പറ്റിയല്ല പറയുന്നത്, എൻഡ് നോട്ടാണ്. ഒരു സ്റ്റിച്ച് എങ്ങനെ നമുക്ക് കെട്ടിടാമെന്നുള്ളതാണ്. ഓരോ സ്റ്റിച്ചും നമ്മൾ അവസാനിക്കുമ്പോൾ കെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെയാകും. ഒന്ന് തൊട്ടപ്പം തന്നെ എല്ലാം അഴിഞ്ഞു പോകും. ഇപ്പോൾ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം അഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കെട്ടിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എൻഡ് നോട്ട്. അപ്പോൾ എൻഡ് നോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയിൻ എടുക്കുക, അവസാനത്തെ ഒരു ചെയിനും പിന്നെ നമുക്ക് കെട്ടിടേണ്ട ഒരു ചെയിനും കൂടി എടുക്കാം. എന്നിട്ട് ആ രണ്ടാമതെടുത്ത അതിൽ കൂടെ ആദ്യത്തെ ത്രെഡിൻ്റെ മുകൾ ഭാഗം വലിച്ചെടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇപ്പം കണ്ട പോലെയാണ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ രീതിക്കും, അതായത് എൻഡ് നോട്ട് കൃത്യമായിട്ട് പഠിക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് എങ്ങനെ അവസാനിപ്പിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്. ഇനി നമുക്ക് എൻഡ് നോട്ട് കറക്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ത്രെഡ് പൊക്കിയെടുക്കാം. അതിനുശേഷം തൊട്ടിപ്പുറത്ത് വേറൊരു ത്രെഡ്. ഇനി ആദ്യത്തെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ ത്രെഡ് പൊക്കിയെടുക്കാം, സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് ഇടാറുള്ള പോലെ. ഇനി രണ്ടാമത് പൊക്കിയെടുത്ത ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ത്രെഡില്ലേ, ഇപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാൻ നോക്കിക്കോ. ഇതാണ് 2 ത്രെഡ്. നമ്മൾ ആദ്യം എടുത്തത് ഒരെണ്ണം, തൊട്ടിപ്പുറത്ത് നമ്മൾ അതിൽ കൂടെ തന്നെ എടുത്ത രണ്ടാമത്തത്. പിന്നെ നമുക്ക് ആദ്യത്തതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തത് വലിച്ചെടുക്കാം. വലിച്ചെടുത്തപ്പോൾ രണ്ടാമത്തെ ത്രെഡാണ് ഇപ്പോൾ പൊന്തി നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആദ്യം കാണുന്ന ത്രെഡിൻ്റെ മുകൾ ഭാഗം വലിച്ചെടുക്കാം. ആരി വർക്ക് ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ വേണം കേട്ടോ. കണ്ണ് മര്യാദക്ക് കാണാത്തവരൊക്കെ ആണെങ്കിൽ കണ്ണട വെക്കുക, കാരണം നമുക്കത് ഏത് ത്രെഡാണ് വലിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതേ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ താഴെയും നമ്മൾ ആ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കെട്ട് വീഴുള്ളൂ. ഒന്നും കൂടി ചെയ്ത് നോക്കാം. ആദ്യം ഒരു ചെയിൻ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അടുത്ത ചെയിൻ എടുക്കാം. അതിങ്ങോട്ട് പൊക്കിയെടുത്തതിന് ശേഷം, സപ്പോസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ 2 ത്രെഡായിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തേതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടാമത്തെ ചെയിൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പൊന്തി വന്ന ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിൻ വലിക്കാം. വലിച്ചിട്ട് നമുക്ക് കെട്ടിടേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് താഴെ നൂലും വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മുകളിൽ മാത്രം ചെയ്താൽ പോരാ, താഴെയും നമ്മൾ വലിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ആ കെട്ട് ടൈറ്റ് ആകുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ഇതേപോലെ ത്രെഡും സൂചിയും ക്ലോത്തൊക്കെ ആയിട്ട് വന്ന് ഈ പറയുന്നത് പോലെ ചെയ്തു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കാര്യമായില്ല. അപ്പം ഇതെല്ലാവരും ചെയ്തു നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നല്ലപോലെ ട്രൈ ചെയ്താൽ മതി. കുറച്ച് കോൺസെൻട്രേഷൻ വേണം. ഏത് ത്രെഡിലേക്കാണോ നമ്മുടെ സൂചി പോകുന്നതെന്നുള്ളൊരു ഐഡിയയും വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻഡ് നോട്ട് ഇടുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ച് ആയാലും ഓൾമോസ്റ്റ് നമ്മുടെ ആരി വർക്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ.
എല്ലാവർക്കും ചെയിൻ സ്റ്റിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. സൂചി പിടിക്കേണ്ടതും സൂചിയുടെ മുന വരുന്ന ഭാഗം എങ്ങോട്ടായാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതും. അപ്പം അതുപോലെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എൻ്റെ നോട്ട് ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടും അതുപോലെ മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.